ഇനി തക്ബീർ ചൊല്ലുന്ന രൂപമാണ്. രണ്ട് രൂപങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു രൂപം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് ഒരു രൂപം. അവിടെ 3 തക്ബീറുകൾ വന്നു. തുടക്കത്തിൽ 3 തക്ബീറുകൾ വന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് ഒരു രൂപം. രണ്ടാമത്തെ രൂപം 3 തക്ബീറുകളിൽ ഒരു തക്ബീർ കുറയുന്നു. അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ 2 രൂപങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾ തക്ബീറുകൾ ചൊല്ലുക എന്നുള്ള ഒരു നിരുപാധികമായ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളത്. അവിടെ ഈ രൂപം മാത്രമേ പറ്റൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കേൾക്കുന്ന വേറൊരു രീതിയുണ്ട്, അല്ലാഹു അക്ബർ കബീറ, പിന്നെ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വ അസീല എന്ന ഒരു രൂപം തക്ബീറിന്റെ കൂടെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അത് പാടില്ല, അത് ഹറാമാണ്, ബിദ്അത്താണ് എന്നൊന്നും പറയാൻ പോകേണ്ട കാര്യമില്ല. കാരണം വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിരുപാധികം തക്ബീറുകൾ ചൊല്ലുക എന്നാണ് ഖുർആന്റെ കൽപ്പന. നബി ഈ രൂപത്തിലെ തക്ബീർ ചൊല്ലാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടും ഇല്ല. അപ്പൊ ഏത് രൂപത്തിലും എന്ത് ചെയ്യാം, തക്ബീറുകൾ ചൊല്ലാം. എന്നാൽ ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ നിന്ന് വന്ന രൂപം സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് 2 രൂപത്തിലാണ്. ഒന്ന് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ രണ്ടാമത്തെ രൂപം അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെയാണ് 2 രൂപങ്ങൾ വന്നിട്ടുള്ളത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ഒരാളും ഇല്ല. അല്ലാഹു അക്ബർ, അവൻ ഏറ്റവും വലിയവനാണ്. വലില്ലാഹിൽ ഹംദ്, ആ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വലില്ലാഹിൽ ഹംദ്, ആ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പെരുന്നാളിന്റെ സമയമായി കഴിഞ്ഞാൽ, മാസപ്പിറവി കണ്ടാൽ മദീന അങ്ങാടിയിലേക്ക് പോകും. എന്നിട്ട് ഉച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുന്നാൻ. അപ്പൊ അവര് തക്ബീർ ചൊല്ലുന്നത് കണ്ടിട്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, തക്ബീറുകൾ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് തക്ബീറുകൾ ചൊല്ലുക. അങ്ങനെ തക്ബീറുകൾ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് പെരുന്നാളിന്റെ സമയം. അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സുന്നത്താണ്.